മോളോട് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അത് പറയാൻ മോള് വിട്ടുപോയതാണോ അതോ തിരുമേനി കേട്ടില്ലെന്ന് നടിച്ചതാണോ? മോൾ എന്നോട് വന്ന് പറഞ്ഞിരുന്നു, പലിശ നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങ് എത്തിച്ചോളാം, പണം റെഡിയായിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു വിട്ടത്, ആണോ മോളെ? കുഞ്ഞുമൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഇനി ഒരു വീഴ്ചയും വരാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ട തിരുമേനി, തിരുമേനിക്ക് വരുത്താനുള്ള വീഴ്ച തിരുമേനി വരുത്തി. ഇനി വീഴ്ച വരുത്താതെ നോക്കേണ്ടതേ ഞാനാ. തിരുമേനി ഒരു കാര്യം ചെയ്യേ, സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. എന്നിട്ട് വീട് പൂട്ടി താക്കോലിങ് തന്നേക്കേ. കുഞ്ഞുമോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതെന്ത് ഇടപാടാ? കാശിന്റെ കാര്യമാകുമ്പോ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിയെന്നൊക്കെ ഇരിക്കും. സന്ധ്യാനേരത്ത് കേറി വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോ? എനിക്കങ്ങനെ വിശേഷിച്ച് നേരവും കാലവും ഒന്നും ഇല്ല. എന്റെ കണക്കിന് കാശ് തരുന്നവര് എന്റെ മിത്രം, കാശ് തരാത്തവര് ശത്രു. എന്താ കുഞ്ഞുമോനെ? തിരുമേനി നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നുമില്ലെങ്കിലും കുറച്ചു ദിവസത്തെ അവധിയെങ്കിലും. ദേ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞാ എന്റെ പിള്ളേരിഞ്ഞ് വരും. അവർക്കാണെങ്കിലേ ഈ പരാതി പറച്ചിലും കരച്ചിലും ഒന്നും ഒരു പ്രശ്നവുമല്ല. എന്നാ പിന്നെ താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ദേവാ, നീ പോയി പോലീസിനെ വിളിക്കും. അമ്മയൊന്നും ഉണ്ടായിരിക്കും. തിരുമേനിക്ക് അത്യാവശ്യമാണെങ്കിലേ അവരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു വരുത്താം. അവരൊക്കെ നമ്മുടെ കമ്പനിക്കാരല്ലേ. ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, വിളിച്ചു വരുത്തിയ ഞാൻ പറയുന്നതേ അവര് കേൾക്കൂ. കുഞ്ഞുമോനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീടിനകത്ത് കയറിയ സകല സാധനങ്ങളും വലിച്ച് പുറത്തിടറോ. ആരെങ്കിലും തടയാൻ വന്നാൽ അവരെയും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നാളെ രാവിലെ വരെയെങ്കിലും എനിക്ക് അല്പം സമയം താ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. പറഞ്ഞത് കേട്ടില്ലടാ, ചെല്ലങ്ങോട്ട്. ഞാൻ പറയുന്നത്, എന്റെ വീട്ടിന്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരുത്തൻ കേറിയിട്ടുണ്ടെങ്കിൽ അവന്റെ കാല് ഞാൻ വിട്ടു. മാറുതല്ല ഇങ്ങോട്ട്. അയ്യോ, അയ്യോ, എടുക്കരുതെന്ന്.